ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ശ്രീലങ്കയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025 അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഛത്തീസ്ഗഡിലെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പുരോഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്യും. ഇന്ന് ദേശീയ സമുദ്രദിനം. രാഷ്ട്രപുരോഗതിക്കായി സമുദ്രമേഖലയെയും തുറമുഖങ്ങളെയും ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ അന്താരാഷ്ട്ര സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025, ബോയിലേഴ്സ് ബിൽ 2024 എന്നിവയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ പ്രവേശനം, താമസം തുടങ്ങിയവ നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ. ബോയിലറുകളുടെ നിയന്ത്രണം, ബോയിലറുകൾ മൂലമുള്ള അപകടം ഒഴിവാക്കി ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ബോയിലേഴ്സ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആത്മീയ സാംസ്കാരിക പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ആദരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശ്രീലങ്കൻ സർക്കാർ മിത്ര വിഭൂഷണ പുരസ്കാരം സമ്മാനിച്ചു. ശ്രീലങ്കയിലെ ജനങ്ങൾക്കായി സഹായങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ മോദി ശ്രീലങ്കയിൽ എത്തിയത്. ശ്രീലങ്കയിൽ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഇന്ത്യ വലിയ പിന്തുണ നൽകുന്നതായി ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ഝാ. ആധാറിന് സമാനമായ ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതി തയ്യാറാക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. On the digitization front, there is a real fascination in Sri Lanka for the Indian digital public infrastructure and the kind of transformations that have happened. And we are helping them roll out the unique digital identity project, which is like the Indian Aadhaar. And also last year, the UPI was launched here and Indian tourists can use UPI to make payments in Sri Lanka. So if you look at digital connectivity, physical connectivity, all aspects are being promoted in the relationship. വൈബ്രന്റ് വില്ലേജ് പദ്ധതി 2ാം ഘട്ടത്തിനും മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതിക്കും അനുമതി നൽകിയ കേന്ദ്ര മന്ത്രിസഭാ നടപടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ വിവിധ ഇടങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കുന്നതിനും ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിനും മൾട്ടി ട്രാക്കിംഗ് റെയിൽ പദ്ധതി സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതിർത്തി ഗ്രാമങ്ങളിലെ ജീവിതം സുഗമമാക്കുന്നതിനും ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിനും വൈബ്രന്റ് വില്ലേജ് പദ്ധതിയിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പുരോഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് റായ്പൂരിൽ അവലോകനം ചെയ്യും. ദന്തേവാഡ ജില്ലയിലെ ബസ്തർ പാണ്ഡം ഉത്സവത്തിന്റെ സമാപന ചടങ്ങിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് പങ്കെടുക്കും. ബസ്തറിന്റെ സമ്പന്നമായ ഗോത്രകലയും സംസ്കാരവും പുനരുജ്ജീവിപ്പിക്കാനും പ്രചാരം നൽകാനും ലക്ഷ്യമിട്ടാണ് ബസ്തർ ഉത്സവ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് ശ്രീ ഷാ റായ്പൂരിലെത്തിയത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നവീകരിച്ച പാമ്പൻ റെയിൽപാലത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ നിരീക്ഷിക്കാൻ അദ്ദേഹം രാമേശ്വരം സന്ദർശിക്കും. റെയിൽപാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി ബാബു ജഗ്ജീവൻ റാമിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായുള്ള ജഗ്ജീവൻ റാമിന്റെ പോരാട്ടം എന്നും പ്രചോദനത്തിന്റെ ഉറവിടമായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന സ്റ്റാർട്ടപ്പ് മഹാകുംഭിന് ഇന്ന് സമാപനം. ഈ മാസം 3-ന് ആരംഭിച്ച മഹാകുംഭിൽ 3000 സ്റ്റാർട്ടപ്പുകളും 1000-ലേറെ നിക്ഷേപകരും പങ്കെടുത്തു. നൂതനാശയങ്ങളിലും സാങ്കേതികവിദ്യ അധിഷ്ഠിത വളർച്ചയിലും ആഗോളതലത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സ്റ്റാർട്ടപ്പ് മഹാകുംഭിന്റെ 2ാം പതിപ്പിൽ പറഞ്ഞു. ഇന്ത്യയിലെ യുവാക്കൾ ലോകം കീഴടക്കാൻ സജ്ജരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സമുദ്രമേഖലയിൽ രാജ്യം കൈവരിച്ച ചരിത്ര മുന്നേറ്റങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് 62ാമത് ദേശീയ സമുദ്രദിനം. ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാഷ്ട്രനിർമ്മാണത്തിൽ സമുദ്രമേഖല വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ഇന്ത്യയുടെ പുരോഗതിക്കായി സമുദ്രമേഖലയെയും തുറമുഖങ്ങളെയും ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 62ാമത് ദേശീയ സമുദ്രദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മാരിടൈം ബോധവൽക്കരണ വാക്കത്തോൺ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ഓരോ പൌരനും സംഭാവന ചെയ്യണമെന്ന് പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം പോർച്ചുഗലും സ്ലോവാക് റിപ്പബ്ലിക്കും സന്ദർശിക്കും. ഈ മാസം 7-ന് പോർച്ചുഗലിലെത്തുന്ന രാഷ്ട്രപതി പോർച്ചുഗൽ പ്രസിഡന്റ് മാഴ്സലോ റബലോ ഡിസൂസയുമായി പ്രതിനിധിതല ചർച്ച നടത്തും. വിവിധ സർവകലാശാലകളിലെ ഗവേഷകരുമായും പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഈ മാസം 9-നും 10-നും രാഷ്ട്രപതി സ്ലോവാക്യയിൽ പര്യടനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി തന്മയ ലാൽ അറിയിച്ചു. Between India and Portugal, there exists very strong goodwill. There is a long-standing historical context to our ties, very, very strong diaspora links. As we mark 50 years of our diplomatic relations, this visit will take this forward, our friendship and partnership. It is nearly 3 decades since the last president visit to Slovakia from India, and this is only the second ever state visit from India to Slovakia. കാനഡയിലെ റോക്ക്ലാൻഡ് പ്രദേശത്തുണ്ടായ സംഘർഷത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ കമ്മീഷൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും കമ്മീഷൻ ഉറപ്പു നൽകി. കേരളത്തിൽ ഉടൻ തന്നെ അന്താരാഷ്ട്ര സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സ്ഥാപനം തുടങ്ങുന്നത് സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലെ സർവകലാശാലകളുമായി ചർച്ച നടത്തിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന സ്പോർട്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 3:30-നാണ് മത്സരം. രാത്രി 7:30-ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അടുത്ത മാസം 4 മുതൽ 15 വരെ ബീഹാറിൽ നടക്കും. കായിക യുവജനകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യുവ പ്രതിഭകളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ കായിക സംസ്കാരം ശക്തമാക്കുകയുമാണ് ലക്ഷ്യം. ബ്രസീലിൽ നടക്കുന്ന ബോക്സിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ അഭിനാഷ് ജാംവാൾ പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന ഫൈനലിൽ ജാംവാൾ ബ്രസീലിന്റെ യൂറി റീസിനെ നേരിടും. പുരുഷന്മാരുടെ 70 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ഇന്ത്യയുടെ ഹിതേഷ് ഇംഗ്ലണ്ടിന്റെ ഒഡേൽ കമാരയെയും നേരിടും. സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. പവന് 720 രൂപ കുറഞ്ഞ് 66,480 രൂപയും ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 8,310 രൂപയുമാണ് ഇന്നത്തെ വില. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. യുക്രൈനിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 9 കുട്ടികൾ ഉൾപ്പെടെ 19 പേർ കൊല്ലപ്പെട്ടു. ക്രിവി റീഹിലുണ്ടായ ആക്രമണത്തിൽ 50-ലേറെ പേർക്ക് പരിക്കേറ്റു. സൈനികരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയെങ്കിലും റഷ്യൻ പ്രസ്താവന യുക്രൈൻ തള്ളി. രാജ്യ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച പാകിസ്ഥാൻ പൌരനെ സുരക്ഷാസേന വധിച്ചു. ഇന്നലെ രാത്രി ജമ്മു കാശ്മീരിലെ ആർഎസ്പുര സെക്ടറിന് സമീപം അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ വധിച്ചതെന്ന് BSF അറിയിച്ചു. നുഴഞ്ഞുകയറ്റത്തിന്റെ ലക്ഷ്യം വ്യക്തമല്ലെന്നും BSF വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ശ്രീലങ്കയിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025-ന് അംഗീകാരം നൽകി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഛത്തീസ്ഗഡിലെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പുരോഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്യും. ഇന്ന് ദേശീയ സമുദ്രദിനം. രാഷ്ട്രപുരോഗതിക്കായി സമുദ്രമേഖലയെയും തുറമുഖങ്ങളെയും ശക്തിപ്പെടുത്തുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ അന്താരാഷ്ട്ര സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.